നമസ്കാരം. ഓൺലൈൻ ക്ലാസ് കാണാൻ ഈ 2021 ഏറ്റവും നല്ല മൊബൈൽ ഏത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ബഡ്ജറ്റ് ഫോണാണ് പലരുടെയും അറിയാനുള്ള ആവശ്യം. ഏത് ഫോണാണ് നല്ലത്, എത്ര രൂപക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരു അറൌണ്ട് 7,000 റുപ്പീസിന് ലഭിക്കുന്ന 3 മൊബൈൽ ഫോണുകളാണ്. ഇതിന്റെ പർപ്പസ് ഓൺലൈൻ ക്ലാസ് കാണുക, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺ ഏത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതല്ലാത്ത മറ്റു മൊബൈലിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ ആ മൊബൈലിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യുക. ഇതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ 3 മോഡൽ മൊബൈലുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈൻ ക്ലാസ് കാണാൻ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന മൊബൈലുകളാണ് ഇതൊക്കെ. അത്യാവശ്യം ഫീച്ചേഴ്സ്, 5000 mAh ബാറ്ററി ഉള്ള, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള 3 ഫോണുകൾ അറൌണ്ട് 7,500 റുപ്പീസിന് നമുക്ക് ലഭിക്കുന്ന ഈ 3 ഫോണുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏതൊക്കെ ഫോണുകൾ എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ 3 ഫോണുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് റിയൽമിയുടെ C20, മറ്റൊന്ന് റെഡ്മിയുടെ 9A, റിയൽമി C11. ഈ 3 ഫോണുകളും 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് കാണാനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ബാറ്ററി ബാക്കപ്പ് ആണ്. ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതിന്റെ പുറകിൽ നോക്കിയാൽ കാണും. 5000 mAh ബാറ്ററി ബാക്കപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി, മാസീവ് ബാറ്ററി എന്ന് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ റെഡ്മിയുടെ ഈ 9A ഇതിന്റെ പ്രത്യേകത ഇതാ 5000 mAh ബാറ്ററിയാണ്. അതേപോലെ തന്നെ C11, റിയൽമിയുടെ C11 കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. C11 5000 mAh ബാറ്ററി ബാക്കപ്പ്. അതേപോലെ ഈ ഒരു റേഞ്ചിൽ അറൌണ്ട് 7,500 നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോണുകളാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആദ്യം C11 ഓപ്പൺ ചെയ്യാം. റിയൽമി C11 ഇതാണ് ബോക്സിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ചാർജർ ആൻഡ് കേബിൾ. അത്യാവശ്യം പെർഫോമൻസിൽ ചാർജ് ചെയ്യുന്ന നല്ലൊരു ചാർജർ തന്നെ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടായിരിക്കും. നല്ലൊരു ചാർജർ, നല്ല പെർഫോമൻസ് ഉള്ള നല്ലൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിയൽമിയുടെ C11 എന്ന ഈ ഫോണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കാം, ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് റെഡ്മി 9A ആണ്. ഫോണിന്റെ ഡിസൈൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നല്ലൊരു ഡിസൈനാണ്. എല്ലാ ഫോണും 32 GB. റെഡ്മിയുടെ ഫോൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. റെഡ്മി 9A നല്ലൊരു അടിപൊളി ബ്ലൂ കളർ, അടിപൊളി ഫോണാണ്. റെഡ്മിയുടെ നല്ല ഡിസൈനിലുള്ള നല്ലൊരു ഫോണാണ് റെഡ്മി 9A. അത് നമുക്ക് ഫോൺ അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇനി റിയൽമിയുടെ C20 ഒന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് റെഡ്മിയുടെ ഈ ഫോണിനെ കുറിച്ച് സംസാരിക്കാം. റെഡ്മി 9A എന്നുള്ള ഈ ഒരു ഫോണ് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്, അതാണ് ഇവിടെ ഈ ഒരു എഴുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള സ്ക്രീൻ ഗാർഡ് ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻ ഡിസ്പ്ലേ സൈസ് 6.53 ആണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് കൊടുത്തുള്ളത്. അത്യാവശ്യം നല്ല സൈസാണ്. ക്ലാസ് കാണാനൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്ക് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ ക്യാമറ 13 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈന്, ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ 2 കളറിലാണ് ഇത് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊസസർ മീഡിയാടെക്കിന്റെ ഹീലിയോ G25 എന്നുള്ള ഒരു പ്രൊസസർ സെഗ്മെന്റിലാണ് ഇത് പുറത്തിറക്കുന്നത്. അത്യാവശ്യം നല്ല കുട്ടികൾക്ക് ക്ലാസ് കാണാനും അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കുന്ന നല്ലൊരു ഫോണാണ് റെഡ്മിയുടെ 9A. ഇനി നമുക്ക് റിയൽമിയുടെ C11, C20 എന്ന 2 ഫോണുകളെ കുറിച്ച് സംസാരിക്കാം. കാണാൻ കാഴ്ചയിൽ രണ്ടും ഒരു വ്യത്യാസമില്ല, സെയിം, ഒരു മാറ്റവും ഇല്ല. നല്ല മനോഹരമായ ഡിസൈനിൽ ബാക്കും എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ബോഡിയിൽ നല്ലൊരു, ഇവിടെ ഒരു ബോക്സ് ഒക്കെ സ്പീക്കറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഫോണാണ് ഈ റിയൽമിയുടെ C11 ആൻഡ് C20. രണ്ടും ഒരുപോലെയാണ്. ക്യാമറയും അതേപോലെ തന്നെ ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞു 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ ഒരു ഡിസ്പ്ലേ 6.5 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ സൈസാണ്, ഒരേ ബാറ്ററി കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ ഒരേ ക്യാമറയാണ്. 2 ഫോണിനും കൊടുത്തിട്ടുള്ള ക്യാമറ 8 മെഗാപിക്സലിന്റെ ക്യാമറയാണ് 2 ഫോണിനും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് പറഞ്ഞ് 6.5 ഇഞ്ചാണ്.
ഇതിന്റെ പ്രൊസസ്സറിലാണ് ചെറിയ മാറ്റമുള്ളത്. റിയൽമി C20 ഹീലിയോ G35 എന്നുള്ള ഒരു പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ C11 കൊടുത്തിട്ടുള്ള പ്രൊസസ്സർ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ചെറിയ മാറ്റം. ക്യാമറയും മറ്റു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഈ രണ്ട് ഫോണും നമുക്ക് വലിയ സ്ക്രീനിൽ കുറഞ്ഞ വിലയ്ക്ക് 7,000 അറൌണ്ട് 7,000 അല്ലെങ്കിൽ 7,500 റേറ്റ് ഇത് മാറിക്കൊണ്ടിരിക്കും. ഈ റേറ്റിന് കിട്ടുന്ന ഏറ്റവും മികച്ച ഫോണാണ് ഇത്. റെഡ്മിയേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഫോൺ റിയൽമി C20 അല്ലെങ്കിൽ C11 വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് വാങ്ങുക. പലരും എൻ്റെ പല വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് കാണാൻ പറ്റിയ നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്കല്ല എങ്കിലും ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനേക്കാൾ മികച്ച ഫോൺ ഈ റേഞ്ചിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.